ചാലക്കുടി നഗരസഭ ഫണ്ടിൽ നിന്നും പെൻഷൻ നൽകാനുള്ള കൗൺസിൽ തീരുമാനം തടഞ്ഞ് സർക്കാരിന്റെ ഉത്തരവിനെതിരെ നഗരസഭ ചെയർമാന്റെ പത്രക്കുറിപ്പ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. സർക്കാർ അംഗീകാരം ലഭിക്കില്ല എന്ന് 100% അറിയാവുന്ന ചെയർമാൻ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പുണ്ടായിട്ടും മുന്നോട്ടു പോയത് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും കൗൺസിലർമാർ. പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ നഗരസഭയിലെ 400ഓളം വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കളുടെ ജനുവരി മാസത്തെ പെൻഷൻ തുക സർക്കാർ അനുവദിച്ചിരുന്നില്ല. സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ നഗരസഭ ജീവനക്കാരന് വീഴ്ച സംഭവിച്ചത് മറച്ചുവെക്കുന്നതാണ് ചെയർമാന്റെ നിലപാട്. ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ച് സമയബന്ധിതമായി കാര്യങ്ങൾ നടത്തേണ്ട ചെയർമാൻ യാഥാർത്ഥ്യത്വം മറച്ചുവെച്ച് സർക്കാരിനെയും പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്നത് തങ്ങൾ പറ്റിക്കപ്പെട്ടതാണെന്ന് പെൻഷൻ ലഭിക്കാത്തവർ മനസ്സിലാക്കിയതിന്റെ ജാള്യത മൂലമാണ്. ചെയർമാനും ഭരണകക്ഷിയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നതെന്നും LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് പറഞ്ഞു. അതായത് ചെയർമാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് ചില വീഴ്ചകൾ കാരണമാണ് എന്നത്. ചില വീഴ്ചകളല്ല, ഗുരുതരമായ വീഴ്ചകളാണ്. ചാലക്കുടി നഗരസഭ ചെയ്യേണ്ടത് പെൻഷൻ കൊടുക്കേണ്ടത് കേരള സർക്കാരാണ്. ചാലക്കുടി നഗരസഭ ചെയ്യേണ്ടത് അത് അർഹതപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയണം. അർഹതപ്പെട്ടവർക്ക് ആണെങ്കിൽ മാത്രം സർക്കാരിലേക്ക് അയക്കുക, കൗൺസിൽ പാസ്സാക്കി സർക്കാരിലേക്ക് അയക്കുക. അത് സർക്കാർ പരിശോധിച്ച് അവർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് വേറെ റോളൊന്നും ചാലക്കുടി നഗരസഭയ്ക്കില്ല. സർക്കാർ അംഗീകാരം ലഭിക്കില്ല എന്ന് 100% അറിയാവുന്ന ചെയർമാൻ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പുണ്ടായിട്ടും മുന്നോട്ടു പോയത് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ചെയ്ത തെറ്റിന് പരിഹാരം കാണാതെ സർക്കാരിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വീണ്ടും പറ്റിക്കുകയാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനാവശ്യമായ പണം നഗരസഭാ ഫണ്ടിൽ നിന്ന് എടുക്കാൻ പാടില്ലെന്നും അതിനാവശ്യമായ പണം ഭരണകക്ഷി അംഗങ്ങളിൽ നിന്ന് കണ്ടെത്തണമെന്നും സുരേഷ് പറഞ്ഞു. ഡെപ്യൂട്ടി ലീഡർ ബിജി സദാനന്ദൻ, VJ ജോജി, ബിന്ദു ശശികുമാർ, ഷൈജ സുനിൽ, ലില്ലി ജോസ്, KS സുനോജ്, TD എലിസബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി.